ആയിരക്കണക്കിന് കോടി രൂപ ബാങ്കിൽ നിന്ന് കടം വാങ്ങിച്ച് ആ പൈസ ബാങ്കിന് തിരിച്ചു കൊടുക്കാതെ ആ ബാങ്കിനെയും പറ്റിച്ച് നമ്മുടെ നാടിനെയും പറ്റിച്ച് നാട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് കടന്നു കളഞ്ഞ ഒരു തട്ടിപ്പ് വീരന്റെ പേര് പറയാമോ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെ മനസ്സിലേക്കും കടന്നു വരിക മിസ്റ്റർ വിജയ് മല്യ എന്നായിരിക്കും. എന്നാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ വിജയ് മല്യയുടെ കേസിൽ അതൊരിക്കലും ആസൂത്രിതമായിട്ട് ചെയ്തൊരു ഫ്രോഡ് ആയിരുന്നില്ല, അത് സംഭവിച്ചു പോയതാണ്. എന്നാൽ പലപ്പോഴും ഈ സ്കാമുകളെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കറിയാമെങ്കിലും വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മൾ മറന്നു പോകുന്ന ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ട് ഗൂഢാലോചന ചെയ്തൊരു സ്കാം ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള പേരാണ് മിസ്റ്റർ നീരവ് മോദി. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നീരവ് മോദിയുടെ കേസിൽ വളരെയധികം പ്ലാൻ ചെയ്തുകൊണ്ട് ഗൂഢാലോചന ചെയ്തുകൊണ്ട് ബാങ്കിങ് സിസ്റ്റത്തിലെ കുറച്ച് സ്പെസിഫിക് ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ചിട്ട് ആ ബാങ്കിന്റെ ഒഫീഷ്യൽസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബാങ്കിനെ ചതിച്ച ഒരു കഥയാണ് ആക്ച്വലി നടന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ 11,000 കോടി രൂപക്കാണ് നീരവ് മോദി പറ്റിച്ചിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം ചെയ്തു കളഞ്ഞിട്ട് വളരെ സുഖമായിട്ട് ലണ്ടനിലേക്ക് കടന്നു കളഞ്ഞു. എന്നാൽ ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇന്ത്യയിൽ റീസെന്റ് നടന്നിട്ടുള്ള സ്കാംസിൽ ഏറ്റവും അധികം നമ്മൾ കൺസേൺഡ് ആകേണ്ട സ്കാം ആക്ച്വലി നീരവ് മോദിയുടെ ഈ ഒരു വിഷയമാണ്. പലപ്പോഴും പല സ്ഥലത്തു നിന്ന് ഇത് വായിച്ചിട്ടുണ്ടെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് എക്സാക്ട്ലി നടന്നതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് ആരായിരുന്നു നീരവ് മോദി, പുള്ളി എന്തൊക്കെയാണ് ചെയ്തത്, എന്തായിരുന്നു ആക്ടിവിറ്റീസ്, അതിനുശേഷം എങ്ങനെയാണ് എന്ത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് ബാങ്കിനെ പറ്റിച്ചത്, അതിനുശേഷം ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് എന്താണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ചു തന്നെ കാണുക. ഇതിനെല്ലാം പറ്റി മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഏറ്റവും അവസാന ഭാഗത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനാലിസിസും നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു അനദർ വീഡിയോ. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് മിസ്റ്റർ നീരവ് മോദിയുടെ ജീവിത കഥയാണ്. 1971 ഗുജറാത്തിലെ വളരെ വെൽത്തി ആയിട്ടുള്ള വളരെ നല്ലൊരു ബിസിനസ് കുടുംബത്തിലേക്കാണ് നീരവ് മോദി ജനിക്കുന്നത്. എന്നാൽ അതിനുശേഷം നീരവ് മോദിയും കുടുംബവും ബെൽജിയത്തിലേക്ക് മൂവ് ചെയ്തു. ചൈൽഡ്ഹുഡ് മുഴുവൻ ജീവിച്ചത് ബെൽജിയം എന്ന കൺട്രിയിലായിരുന്നു. അതിനുശേഷം 1989 ആയപ്പോൾ നീരവ് മോദിക്ക് വെറും 18 വയസ്സുള്ളപ്പോൾ നീരവ് മോദിയും നീരവ് മോദിയുടെ ഫാദറും തിരിച്ച് ഇന്ത്യയിലേക്ക് സ്പെസിഫിക്കലി മുംബൈയിലേക്ക് മൂവ് ചെയ്യുകയാണ്. എന്തിനാണ് മൂവ് ചെയ്തത്? മുംബൈയില് നീരവ് മോദിയുടെ മെറ്റേണൽ അങ്കിൾ ആയിട്ടുള്ള നമ്മളെല്ലാവരും പേര് കേട്ടിട്ടുള്ള വളരെയധികം ഇൻഫേമസ് ആയിട്ടുള്ള ഗീതാഞ്ജലി ഗ്രൂപ്പിന്റെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ മേഹുൽ ചോക്സി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഗീതാഞ്ജലി ഗ്രൂപ്പിന്റെ മെയിൻ ബിസിനസ് ഡയമണ്ട് ബിസിനസ് ആയിരുന്നു. ഗീതാഞ്ജലി ജുവൽസ് അന്ന് ലോകമെമ്പാടും തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഈവൻ ഹോളിവുഡ് സെലിബ്രിറ്റീസ് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ഡയമണ്ട് ജ്വല്ലറി ബ്രാൻഡ് ആയിരുന്നു. അപ്പൊ നീരവ് മോദിയും ഫാദറും മുംബൈയിലേക്ക് മൂവ് ചെയ്ത് മേഹുൽ ചോക്സി അങ്കിളിന്റെ അടുത്ത് നിന്ന് ഡയമണ്ട് ബിസിനസിനെ പറ്റി പഠിക്കാനാണ്. ഇതിനിടയിൽ നീരവ് മോദി യുഎസിലെ വാർട്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ നിന്നും ബിരുദം നേടാൻ ശ്രമിച്ചു. എന്നാൽ അത് കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ നിന്ന് കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് തിരിച്ച് മുംബൈയിൽ വന്നിട്ട് ഡയമണ്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ മേഹുൽ ചോക്സിയോടൊപ്പം 10 വർഷം നിന്നുകൊണ്ട് 1989 മുതൽ 1999 വരെ 10 വർഷം നിന്നുകൊണ്ട് ഡയമണ്ട് ബിസിനസിന്റെ ഇൻസൈഡ് ഔട്ട് നീരവ് മോദി പഠിക്കുകയാണ്. അങ്ങനെ 1999 ആയപ്പോൾ നീരവ് മോദിക്ക് 28 വയസ്സുള്ളപ്പോൾ ഫയർ സ്റ്റാർ ഡയമണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഒരു കമ്പനി നീരവ് മോദി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ഒരു കമ്പനി ബേസിക്കലി ഡയമണ്ട് ട്രേഡിംഗിലാണ് നിന്നത്. സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നില്ല, സ്വന്തമായിട്ട് ജ്വല്ലറി മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ മുന്നിലേക്ക് പോയപ്പോൾ 2002 ആയപ്പോൾ നീരവ് മോദിക്ക് 31 വയസ്സുള്ളപ്പോൾ ചെറിയ തോതിൽ കസ്റ്റം ഓർഡേഴ്സ് പ്രകാരം ജ്വല്ലറി മാനുഫാക്ചർ ചെയ്തു കൊടുക്കാൻ നീരവ് മോദി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഡയമണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടും ചെറിയ തോതിൽ ജ്വല്ലറി ഡിസൈൻ ചെയ്തുകൊണ്ടും കമ്പനി മുന്നിലേക്ക് പോവുകയായിരുന്നു. 2008 ആയപ്പോൾ ഈ ജ്വല്ലറി ഡിസൈനിങ് മാനുഫാക്ചറിംഗ് മേഖല കുറച്ചൊന്ന് നന്നായി വരാൻ തുടങ്ങി. നീരവ് മോദിയുടെ ഡിസൈൻസ് പലർക്കും പല സ്ഥലങ്ങളിലും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് നീരവ് മോദിക്ക് ഫീൽ ചെയ്യുന്നത് സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ബ്രാൻഡിന്റെ പേരിൽ റീറ്റെയിൽ ചെയിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൂടെ ആ ബ്രാൻഡിനെ വളരെയധികം സ്ട്രോങ് ആക്കിക്കൂടെ എന്ന്. അങ്ങനെ 2008 നീരവ് മോദി സ്വന്തം പേര് തന്നെ ബ്രാൻഡിന് ഇട്ടുകൊണ്ട് നീരവ് മോദി എന്ന ഡയമണ്ട് ജ്വല്ലറി ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒട്ടാകെ മാത്രമല്ല ഗ്ലോബലി അതിന്റെ റീറ്റെയിൽ ചെയിൻ ഗ്രോ ചെയ്യുന്നതും നേരത്തെ മേഹുൽ ചോക്സിയുടെ കേസിൽ കണ്ടതുപോലെ ഹോളിവുഡ് സെലിബ്രിറ്റീസിന്റെ ഇടയിലും ഇന്ത്യൻ സെലിബ്രിറ്റീസിന്റെ ഇടയിലും എല്ലാം നീരവ് മോദി എന്ന ജ്വല്ലറി ബ്രാൻഡ് വളരെയധികം ഫേമസ് ആയി. പ്രിയങ്ക ചോപ്ര ആയിരുന്നു നീരവ് മോദിയുടെ ബ്രാൻഡ് അംബാസഡർ. അങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ
ജീവിതം വളരെ നന്നായി തന്നെ പോകുമ്പോഴാണ് നീരവ് മോദി പ്രോബബ്ലി ഒരു സ്കാമിലേക്ക് എൻട്രി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2011 2011 മുതൽ 2018 വരെ 7 വർഷം കൊണ്ടാണ് ഈ ഒരു സ്കാം പല തവണയായിട്ട് ചെയ്തത്. അല്ലാതെ ഒരു ഒറ്റ തവണ ഒരൊറ്റ കാര്യം ചെയ്ത് പറ്റിച്ചതല്ല, പല തവണ ആസൂത്രിതമായിട്ട് PNB പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മുംബൈയിലുള്ള ബ്രേഡി ഹൗസ് ബ്രാഞ്ചിനെയാണ് നീരവ് മോദി പറ്റിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. നീരവ് മോദി ആരാണെന്നും ബിസിനസ് എന്താണെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ സ്കാമിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഈ സ്കാം മനസ്സിലാക്കണമെങ്കിൽ പക്ഷേ ബയേഴ്സ് ക്രെഡിറ്റ് എന്നുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബിസിനസ് നടക്കുമ്പോഴുള്ള ഒരു സ്പെസിഫിക് ബാങ്ക് ഇൻസ്ട്രുമെന്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് എന്താണ് ഇത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ ബയേഴ്സ് ക്രെഡിറ്റ് സീനിലേക്ക് വരുന്നത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ്. അപ്പോൾ അത് കാണിക്കാനായിട്ട് ഞാനിവിടെ ഒരു ബയ്യറെ, ഒരു ഇമ്പോർട്ടറെ കാണിച്ചിട്ടുണ്ട്. ഈ ഇമ്പോർട്ടർ ഇരിക്കുന്നത് ഇന്ത്യയിലാണ്. അതുപോലെ ഇയാൾ സാധനം വാങ്ങുന്നത് ഒരു ഫോറിൻ കൺട്രിയിലുള്ള ഒരു സെല്ലറിന്റെ അടുത്ത് നിന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡീലിംഗ് നടക്കുമ്പോൾ ഇവർ തമ്മിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എപ്പോഴും ഉണ്ടാകും. കാരണം ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം നേരിട്ട് അറിയില്ല, പലപ്പോഴും നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. അപ്പൊ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകും. ആര് ആദ്യം ട്രാൻസാക്ഷൻ നടത്തണമെന്ന്, അതായത് ബയ്യർ ആദ്യം പൈസ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സെല്ലർ സാധനം അയക്കുമെന്നൊരു പേടി ഉണ്ടാകും. ഇനി അതല്ല, സെല്ലർ ആദ്യം സാധനം അയച്ചു കൊടുക്കുകയാണെങ്കിൽ ബയ്യർ പൈസ തരുമോ എന്നൊരു ടെൻഷൻ സെല്ലർക്കും ഉണ്ടാകും. അപ്പോൾ ഇവര് രണ്ടുപേരും ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരു ഡിസിഷനിലേക്ക് എത്തും. നമുക്ക് ഒരു ബാങ്കിനെ മീഡിയേറ്റർ ആയിട്ട് വെക്കാം. അതിനുശേഷം സെല്ലർ ബയ്യർക്ക് സാധനം അയക്കും. സാധനം ഇവിടെ വന്നു എന്ന് ബാങ്ക് കൺഫേം ചെയ്യും. അതിനുശേഷം ബാങ്ക് സെല്ലർക്ക് പൈസ റിലീസ് ചെയ്യും. അപ്പൊ ട്രസ്റ്റ് ഇഷ്യൂ എന്തായാലും സോൾവ് ആയിട്ടുണ്ട്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഇനി ബയ്യർക്ക് അല്ലെങ്കിൽ ഇമ്പോർട്ടർക്ക് ഒരു നല്ല ബാങ്കിനെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ഈ ബയ്യർ ഒരു ബാങ്കിനെ കണ്ടെത്തിക്കൊണ്ട് ആ ബാങ്കിന്റെ അടുത്ത് നിന്ന് ഒരു ലോൺ ഫെസിലിറ്റി അവൈൽ ചെയ്തുകൊണ്ട് ഈ ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം, സാധനം ബയ്യർക്ക് കിട്ടിയതിനു ശേഷം ഈ ബാങ്ക് ഒരു ലോൺ എന്നതുപോലെ ഈ പൈസ സെല്ലർക്ക് റിലീസ് ചെയ്യുന്നതിനെയാണ് ബേസിക്കലി ബയേഴ്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലോൺ എടുക്കണം എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു ബയ്യർ എപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു ഫോറിൻ ബാങ്കിനെ ആയിരിക്കും. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ലോൺ എടുക്കണം. ലോൺ എടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും നോക്കുന്ന കാര്യമാണ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്ന്. നമുക്കറിയാം ഇന്ത്യനെ അപേക്ഷിച്ച് ഫോറിൻ കൺട്രീസിൽ എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ എല്ലാ ഇമ്പോർട്ടേഴ്സും എപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു ഫോറിൻ ബാങ്കിന്റെ അടുത്ത് നിന്ന് ബയേഴ്സ് ക്രെഡിറ്റ് എടുക്കാനാണ്. രണ്ടാമത്തെ റീസൺ, ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുള്ള പൈസ നഷ്ടങ്ങൾ ഒഴിവാക്കാനും ഒരു ഫോറിൻ ബാങ്കിനെ ഇവർ സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ബയേഴ്സ് ക്രെഡിറ്റ് എന്നൊരു ഫെസിലിറ്റി അവൈൽ ചെയ്യാനായിട്ട് ഈ ബയ്യർ, ഈ ഇമ്പോർട്ടർ ഈ ഫോറിൻ ബാങ്കിന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നാൽ ഫോറിൻ ബാങ്ക് ചോദിക്കും, നിങ്ങൾ ആരാണ്? ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കുക? എഗെയിൻ ഈ ബയ്യറും ഈ ഫോറിൻ ബാങ്കിന്റെ ഇടയിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകും. ഞങ്ങൾ ബയേഴ്സ് ക്രെഡിറ്റ് തരുകയാണെങ്കിൽ അതൊരു ലോൺ ആയിട്ടല്ലേ തരുന്നത്, നാളെ നിങ്ങൾ തിരിച്ചടക്കണമല്ലോ. എന്നാൽ നിങ്ങളുള്ളത് വേറെ ഏതോ ഒരു കൺട്രിയിലാണ്. നിങ്ങൾ നാളെ പൈസ തന്നില്ലെങ്കിലോ നിങ്ങളുടെ ക്രെഡിറ്റ് വർത്തിനെസ് എന്താണ്, നിങ്ങളുടെ KYC എന്താണ്, ഇതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഫോറിൻ ബാങ്ക് ഈ ബയ്യറെ വിശ്വസിക്കില്ല. എന്നാൽ ഫോറിൻ ബാങ്ക് പറയും, ഞങ്ങൾക്ക് വിശ്വാസം നിങ്ങളെന്ന ഇൻഡിവിജ്വലിനെയാണ് ഇല്ലാത്തതുള്ളൂ. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊരു ബാങ്കിനെ വിളിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ആ ബാങ്ക് ഗ്യാരണ്ടി തരുകയാണ് എങ്കിൽ ഞങ്ങൾ ഈ ബയേഴ്സ് ക്രെഡിറ്റ് ഫെസിലിറ്റി നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് കേട്ട ബയ്യർ എന്താ ചെയ്യുക? ആ ബയ്യറിന്റെ നാട്ടിലുള്ള ഒരു ലോക്കൽ ബാങ്കിന്റെ അടുത്ത് പോകുന്നു. അങ്ങനെ ഈ ബയ്യർ ഈ ലോക്കൽ ബാങ്കിന്റെ അടുത്ത് ചെന്നിട്ട് ഈ ഫുൾ കഥ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു കൺട്രിയിലെ സെല്ലറുടെ അടുത്ത് കുറച്ച് സ്പെസിഫിക് പ്രോഡക്ട്സ് വാങ്ങേണ്ടതുണ്ട്. ഇതാണ് അതിന്റെ ഇൻവോയ്സ്, ഇതാണ് കോൺട്രാക്ടിന്റെ ഡീറ്റെയിൽസ്. അങ്ങനെ എല്ലാ റിലവന്റ് ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യുന്നു. ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോറിൻ ബാങ്കിന് ട്രസ്റ്റ് ഇല്ലാത്തത് ഈ ബയ്യറിനെയാണ്. എന്നാൽ ഈ ഫോറിൻ ബാങ്കിന് ഈ ലോക്കൽ ബാങ്ക് ഒരു LOU, ഒരു ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് കൊടുക്കുകയാണ് എങ്കിൽ പിന്നെ ഫോറിൻ ബാങ്കിന് പ്രശ്നമില്ല. അപ്പൊ ഡൗട്ട് ഉണ്ടാകും, എന്താണ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്? ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ലോക്കൽ ബാങ്ക് ഫോറിൻ ബാങ്കിന് കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം ഇറസ്പെക്റ്റീവ് ഓഫ് ബയ്യർ ലോക്കൽ ബാങ്കിന് പൈസ കൊടുക്കുകയാണെങ്കിലും ഇല്ല എങ്കിലും ലോക്കൽ ബാങ്ക് ഫോറിൻ ബാങ്കിന് കൊടുക്കാനുള്ള പൈസ എന്തായാലും കൊടുത്തിരിക്കും. അപ്പോൾ ബേസിക്കലി ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് കൊടുക്കുന്നതിലൂടെ ഫോറിൻ ബാങ്ക് കംപ്ലീറ്റ്ലി സേഫ് ആവുകയാണ്. ഫോറിൻ ബാങ്കിന് വേറെ ടെൻഷനേ ഇല്ല. കാരണം എന്ത് സംഭവിച്ചാലും ലോക്കൽ ബാങ്ക് പൈസ കൊടുത്തോളാം എന്ന് എഴുതി സൈൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനെയാണ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ റിസ്ക് ഉള്ളത് ലോക്കൽ ബാങ്കിന്റെ പുറത്താണ്. ലോക്കൽ ബാങ്കിന്റെ ഒബ്ലിഗേഷൻ ആണ്, ലോക്കൽ ബാങ്കിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ബയ്യറിന്റെ അടുത്ത് നിന്ന് പൈസ തിരിച്ച് കളക്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലോക്കൽ ബാങ്ക് എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ബയ്യർ ഇതുപോലെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു ഡീലിന്റെ എല്ലാ ഡോക്യുമെന്റ്സും വാങ്ങും. അത് പ്രോപ്പർ ആണെന്ന് ഫുൾ നന്നായി പഠിക്കും, ഒരു ഡ്യൂ ഡിലിജൻസ് നടത്തും. അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റമറിന്റെ, ഈ ഒരു ബയ്യറിന്റെ
ക്രെഡിറ്റ് വർത്തിനെസ്സും ചെക്ക് ചെയ്യും. അയാൾ ആരാണ്, സിബിൽ സ്കോർ എന്താണ്, ഇതുവരെയുള്ള ഫിനാൻഷ്യൽ ഹിസ്റ്ററി എന്താണ്, പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടക്കുന്ന ആളാണോ, ആവശ്യത്തിന് അസറ്റ്സ് ഉള്ള ആളാണോ. നമുക്ക് എല്ലാവരും അറിയുന്ന കാര്യമാണ്, ലോൺ എടുക്കാൻ ബാങ്കിലേക്ക് പോയാൽ എന്തൊക്കെയാണ് നോക്കുന്നതെന്ന് നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയ്യർക്ക് ഇവിടെ ആവശ്യം ഒരു 100 കോടി രൂപയാണെങ്കിൽ ലോക്കൽ ബാങ്ക് ഉറപ്പുവരുത്തും ബയ്യർ ആ 100 കോടി രൂപ തിരിച്ച് പേ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആളാണെന്ന്. എന്നാലും ഒരു സേഫ്റ്റി മെഷർ എന്ന പോലെ എല്ലാ ബാങ്കുകളും ബയ്യറിന്റെ അടുത്ത് നിന്ന് 100 കോടി രൂപയുടെ അസറ്റ്സ് കൊളാട്രൽ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബാങ്ക് ഗ്യാരണ്ടി വാങ്ങിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ഫെസിലിറ്റി ഇവർക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു കൊളാട്രൽ വാങ്ങിച്ചതിന് ശേഷം ഇവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഈ ഒരു ലോക്കൽ ബാങ്ക് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് സൈൻ ചെയ്തുകൊണ്ട് അത് ഫോറിൻ ബാങ്കിന് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് കൊടുത്തതിന് ശേഷം സ്വിഫ്റ്റ് മുഖേന ലോക്കൽ ബാങ്ക് ഫോറിൻ ബാങ്കിനെ അറിയിക്കും പൈസ റിലീസ് ചെയ്തുകൊള്ളൂ എന്ന്. എന്താണ് സ്വിഫ്റ്റ്? സ്വിഫ്റ്റ് എന്നത് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ, അതായത് ലോകത്തെമ്പാടുമുള്ള ഇന്റർനാഷണൽ ബാങ്ക്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന വളരെ സെക്യൂർ ആയിട്ടുള്ള ആ ഒരു മീഡിയത്തിനെയാണ് സ്വിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സ്വിഫ്റ്റ് മുഖേനയാണ് ലോക്കൽ ബാങ്ക് ഫോറിൻ ബാങ്കിന് മെസ്സേജ് അയക്കുന്നത് പൈസ റിലീസ് ചെയ്യാനായിട്ട്. അങ്ങനെ മെസ്സേജ് ഫോറിൻ ബാങ്കിന് കിട്ടുമ്പോൾ ഓൾറെഡി ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഫോറിൻ ബാങ്ക് പൈസ റിലീസ് ചെയ്യും. എങ്ങോട്ടാണ് പൈസ റിലീസ് ചെയ്യുക? നേരെ സെല്ലറിന്റെ അക്കൗണ്ടിലേക്കല്ല, ബയ്യറിന്റെ അക്കൗണ്ടിലേക്കുമല്ല. എന്നാൽ ഈ ലോക്കൽ ബാങ്കിന് ഈ ഫോറിൻ ബാങ്കിലുള്ള ആ ഫോറിൻ കറൻസി ഹോൾഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിലേക്കാണ്. ആ അക്കൗണ്ടിനെ വിളിക്കുന്നത് നോസ്ട്രോ അക്കൗണ്ട് എന്നാണ്. അതിനുശേഷം സെല്ലർ ബയ്യർക്ക് സാധനം അയക്കുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ ആ കോൺട്രാക്ട് പോലെ നടക്കുമ്പോൾ പേയ്മെന്റ് ടേംസ് അനുസരിച്ച് ലോക്കൽ ബാങ്ക് നോസ്ട്രോ അക്കൗണ്ടിൽ നിന്ന് പൈസ റിലീസ് ചെയ്ത് സെല്ലർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്, അവിടെ ബയേഴ്സ് ക്രെഡിറ്റ് എന്താണ്, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്താണ്, സ്വിഫ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ലോക്കൽ ബാങ്കിന്റെയും ഫോറിൻ ബാങ്കിന്റെയും ഇൻവോൾവ്മെന്റ് എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട 2 മേജർ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ലോക്കൽ ബാങ്ക് ഫോറിൻ ബാങ്കിന് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് കൊടുക്കണമെങ്കിൽ ബയ്യറിന്റെ അടുത്ത് നിന്ന് അതിനാവശ്യമുള്ള കൊളാറ്ററൽ അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി BG ഇത് രണ്ടും വാങ്ങിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമല്ലേ ലോക്കൽ ബാങ്കിന് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെ ബയ്യർ പൈസ കൊടുത്തില്ല എങ്കിൽ ലോക്കൽ ബാങ്ക് എന്തായാലും ഫോറിൻ ബാങ്കിന് പൈസ കൊടുത്തല്ലേ പറ്റുള്ളൂ, LOU ഉള്ളത് കൊണ്ട്. കൊളാറ്ററലും BGയും ഇല്ല എങ്കിൽ ബയ്യറിന്റെ അടുത്ത് നിന്ന് എങ്ങനെയാണ് തിരിച്ച് പൈസ കളക്ട് ചെയ്യുക? അപ്പൊ അതൊരു പ്രശ്നമാണ്, അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ ഈ LOU ഇഷ്യൂ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സ്വിഫ്റ്റ് വഴി മെസ്സേജ് അയക്കുമ്പോഴും അത് എപ്പോഴും ബാങ്കിന്റെ CBS സ്റ്റോർഡ് ആയിരിക്കും. എന്താണ് CBS? കോർ ബാങ്കിങ് സൊല്യൂഷൻ. അതായത് ബാങ്കിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അതായത് ബാങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്, ഒരു LOU സെൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ് മെസ്സേജ് അയക്കുകയാണ്, തീർച്ചയായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണല്ലോ. അത് ആ ബാങ്കിലെ സോഫ്റ്റ്വെയറിൽ അതിന്റെ റെക്കോർഡ് ഉണ്ടായിരിക്കണം, ശരിയല്ലേ? അപ്പൊ ഈ 2 കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ നമുക്കിവിടെ നീരവ് മോദിയുടെ കേസിലും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസിലും എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാം. അതായത് ഈ ഒരു സ്കാമില് 2011 മുതൽ 2018 വരെ 7 വർഷങ്ങളുടെ ഇടയിൽ നീരവ് മോദിയുടെ കമ്പനിയും പഞ്ചാബ് നാഷണൽ ബാങ്കിനെ മുംബൈയിലുള്ള ബ്രേഡി ഹൗസ് ബ്രാഞ്ചിലെ 2 ടോപ്പ് ഒഫീഷ്യൽസുമായിട്ട് ഒത്തു കളിച്ചുകൊണ്ട് ആക്സിസ് ബാങ്കിനെയും അലഹാബാദ് ബാങ്കിനെയും ഹോങ്കോങ്ങിലെ ബ്രാഞ്ചിലേക്ക് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്, ഫേക്ക് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് സ്വിഫ്റ്റ് വഴി മെസ്സേജ് അയച്ചു. എന്നാൽ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് അയച്ചപ്പോഴും ഈ സ്വിഫ്റ്റ് മെസ്സേജിംഗ് അയച്ചപ്പോഴും അത് CBS റെക്കോർഡ് ചെയ്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് അയക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമാണ് കൊളാറ്ററലും ബാങ്ക് ഗ്യാരണ്ടിയും തീർച്ചയായിട്ടും വാങ്ങണം എന്നുള്ളത്. അതും ആ ഒഫീഷ്യൽസ് ഇൻവോൾവ് ആയതുകൊണ്ട് നീരവ് മോദിക്ക് കൊടുക്കേണ്ടി വന്നില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ യാതൊരുവിധ സെക്യൂരിറ്റിയും കൊടുക്കാതെ 11,000 കോടി രൂപയുടെ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആണ് PNBയിൽ നിന്ന് ഈ ഹോങ്കോങ്ങിലേക്കുള്ള 2 ബാങ്കിലേക്ക് അയച്ചത്. അപ്പോൾ ഈ ബാങ്ക്സ് നോക്കുമ്പോൾ ഇവർക്ക് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് കിട്ടുന്നുണ്ട്, സ്വിഫ്റ്റ് വഴി മെസ്സേജും വരുന്നുണ്ട്. അപ്പോൾ ഇവര് തീർച്ചയായിട്ടും പൈസ റിലീസ് ചെയ്തു നോസ്ട്രോ അക്കൗണ്ടിലേക്ക്. അതിനുശേഷം ആ പൈസ സെല്ലർക്ക് കിട്ടുകയും ചെയ്തു, നീരവ് മോദിയുടെ കമ്പനിക്ക് സാധനങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം 7 വർഷത്തേക്ക് നടന്നു എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായ സംഭവം. ആരും ഇതിനെപ്പറ്റി അന്വേഷിച്ചതുമില്ല, അറിഞ്ഞതുമില്ല. എന്നാൽ 2018 ആയപ്പോൾ നേരത്തെ പറഞ്ഞ 2 ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നല്ലോ, അതിലൊരു ഡെപ്യൂട്ടി മാനേജർ റിട്ടയർ ആയി പോയി. ആ ഒരു സ്ഥാനത്തേക്ക് പുതിയൊരാൾ വന്നപ്പോഴാണ് പിന്നീടും നീരവ് മോദിയുടെ കമ്പനിയിൽ നിന്ന് ഇതുപോലെയുള്ള ഫേക്ക് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗിന്റെ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് ആ ഒരു ഒഫീഷ്യൽ ശരിക്കും ഈ കാര്യങ്ങളിലേക്ക് നോക്കിയത്. നോക്കുമ്പോൾ ഇത്ര നാൾ നടന്ന ഇത്രയും ട്രാൻസാക്ഷന്റെ ഒരു റെക്കോർഡ് പോലും CBS രജിസ്റ്റർ ചെയ്തിട്ടില്ല.
അപ്പോഴാണ് പയ്യെ 2018 ജനുവരി 2018 ഈ ഒരു സ്കാം പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഈ സ്കാം പുറത്തു വന്നപ്പോൾ ഇത് വളരെ വലിയൊരു സംഭവമായി. എല്ലാവരും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 14 ഫെബ്രുവരി 2018 ഒഫീഷ്യലി ഇങ്ങനൊരു സ്കാം നടന്നിട്ടുണ്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ആയി. ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് മാത്രം PNBയുടെ ഷെയർ പ്രൈസ് താഴേക്ക് പോയത് 10%. അങ്ങനെ ഈ ഒരു സ്കാം പുറത്തു വന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ CBI നീരവ് മോദിയുടെ പുറത്ത് ഒരു കേസ് ചാർജ് ചെയ്തു. അങ്ങനെ നീരവ് മോദിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോയി. നീരവ് മോദിയുടെ പേരിൽ മാത്രമായിരുന്നില്ല കേസ്. നീരവ് മോദിയുടെ ബിസിനസ്സിലും പാർട്ട്ണർ ആയിരുന്ന നീരവ് മോദിയുടെ വൈഫായിട്ടുള്ള അമി മോദി, നീരവ് മോദിയുടെ ബ്രദർ ആയിട്ടുള്ള നിഷാൽ മോദി, നീരവ് മോദിയുടെ അങ്കിൾ മെഹുൽ ചോക്സി, ഇവരുടെ പേരിലും എല്ലാം കേസ് ഉണ്ടായിരുന്നു. എന്നാൽ അന്വേഷിച്ച് പോയപ്പോഴാണ് അറിഞ്ഞത് ജനുവരിയിൽ തന്നെ ഇവരെല്ലാവരും ഇന്ത്യ വിട്ടിട്ടുണ്ടായിരുന്നു, ലണ്ടനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ 15 ഫെബ്രുവരിയിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നിട്ട് നീരവ് മോദിയുടെ വീട്ടിൽ നിന്നും നീരവ് മോദിയുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും നിയർലി 5000 കോടി രൂപയുടെ അസറ്റ്സ് ആണ് ജപ്തി ചെയ്തത്. പിന്നീട് മുന്നിലേക്ക് നോക്കുകയാണെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 2 ഒഫീഷ്യൽസ് അവരെ നേരെ ജയിലിലേക്ക് അയച്ചു. നീരവ് മോദിയുടെ ബ്രാൻഡ് നിന്ന് പോയി അവരുടെ എല്ലാ ഷോപ്സും ക്ലോസ് ചെയ്തു. അവിടെ നിന്നും അസറ്റ്സ് റിക്കവർ ചെയ്തു. അതുപോലെ തന്നെ PNB മെഹുൽ ചോക്സിയുടെ ഗീതാഞ്ജലി ഗ്രൂപ്പിന് അഗേൻസ്റ്റും കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ മെഹുൽ ചോക്സിയുടെയും കുറെ അധികം ഓഫീസസിലും റെയ്ഡ് നടന്നു. അവിടെ നിന്നും കുറെ അധികം കാര്യങ്ങൾ റിക്കവർ ചെയ്തു. അതുപോലെ തന്നെ RBI ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്ന ഈ ഒരു ഇൻസ്ട്രുമെന്റിനെ തന്നെ സസ്പെൻഡ് ചെയ്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നീരവ് മോദിക്ക് മറ്റ് പല കൺട്രീസിലും അസറ്റ്സ് ഉണ്ടായിരുന്നു. സ്വിസ് ബാങ്കിൽ വലിയൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് ഇന്ത്യൻ ഗവൺമെന്റ് ഫ്രീസ് ചെയ്തു. അതുപോലെ തന്നെ എക്സ്ട്രഡിഷന് വേണ്ടിയിട്ട് ലണ്ടനിൽ പോയ നീരവ് മോദിനെ എക്സ്ട്രഡൈറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും ഇന്ത്യൻ ഗവൺമെന്റ് അന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് കഥ കണ്ടിന്യൂ ചെയ്യുന്നത് ലണ്ടനിലാണ്. ജനുവരി 2018 നീരവ് മോദി അവിടെ എത്തിയെന്നും വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു വില്ല അവിടെ വാങ്ങിച്ചു, വളരെ നല്ല ലൈഫാണ് അവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് മീഡിയയിൽ നിന്നും ന്യൂസിൽ നിന്നും നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. എന്നാൽ ഇന്ന് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ന്യൂസിലേക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് മേ ബി 1 വർഷം പുള്ളിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ മാർച്ച് 2019 തന്നെ സ്കോട്ട്ലൻഡ് യാർഡ് നീരവ് മോദിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അന്ന് മുതൽ നീരവ് മോദി അവിടെ ജയിലിലാണ്. കോർട്ടിൽ ഇന്ത്യയുടെ എക്സ്ട്രഡിഷൻ ഉള്ള പ്രോസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീരവ് മോദി കണ്ടിന്യൂസ് ആയിട്ട് അപ്പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്ലീഡ് ചെയ്യുകയാണ് കോർട്ടിന് മുൻപിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം, അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ താഴെ കാണിക്കുന്നുണ്ട്. നീരവ് മോദി പറഞ്ഞത് എന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം, അതായത് ജൂൺ 2020 ഏറ്റവും ലേറ്റസ്റ്റ് ഹിയറിംഗ് ഉണ്ടായിരുന്നത് ഈ ഒരു കേസിനെ പറ്റി. എന്നാൽ ആ ഒരു സിറ്റിംഗിൽ മുഴുവൻ ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നീരവ് മോദിനെ കോർട്ട് റിമാൻഡിൽ അയച്ചിരിക്കുകയാണ്. അതിനുശേഷം ജൂലൈയിൽ തീർച്ചയായിട്ടും ആ ഒരു ഹിയറിംഗിന്റെ ബാക്കി ഭാഗവും ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യാം എന്താണ് സംഭവിക്കുന്നത്. ഈ ഒരു തട്ടിപ്പ് വീരൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമോ? ഇനി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ തന്നെ നമ്മുടെ ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇത്ര വലിയൊരു സ്കാം നടന്നപ്പോൾ PNB ആണല്ലോ ഇവിടെ ഇൻവോൾവ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്തുകൊണ്ടാണ് ഇത് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം തരുന്നത്, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസിൽ അന്നത്തെ സമയത്ത് LOU ഒരു ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സ്വിഫ്റ്റിലൂടെ ഒരു മെസ്സേജ് പോവുകയാണെങ്കിൽ ആ നടക്കുന്ന സംഭവം CBSുമായിട്ട് ഓട്ടോമാറ്റിക്കലി ലിങ്ക്ഡ് ആയിരുന്നില്ല എന്ന റീസൺ ആണ് അവർ തരുന്നത്. അതായത് ഒരു LOU കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ് മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് CBSൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകില്ല, അത് മാനുവലി എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ ഒഫീഷ്യൽസ് ഇത് എന്തായാലും അയക്കും, അതിനുശേഷം മാനുവലി എൻ്റർ ചെയ്യുന്ന പ്രോസസ്സ് സ്കിപ്പ് ചെയ്യും. അതുകൊണ്ട് CBSൽ ഇതിനെപ്പറ്റി ഡേറ്റ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ 7 വർഷവും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓഡിറ്റേഴ്സ് ഈ ഒരു വിഷയത്തെ പറ്റി അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതാണ് അവര് ഒഫീഷ്യലി തന്നിരിക്കുന്ന റീസൺ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്ര ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം എന്നാണ് ഇവർ പറയുന്നത്. 7 വർഷം ആ ഒരു കമ്പനിയുടെ ഓഡിറ്റ് നടക്കുമ്പോൾ അത്രയും പൈസ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അറിയുന്നില്ല എന്ന് അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കണമോ? ഇനി അതല്ലെങ്കിൽ CBS മാത്രം നോക്കുന്നതുകൊണ്ട് ഓഡിറ്റിംഗ് കഴിഞ്ഞു എന്നാണ് അർത്ഥം. തീർച്ചയായിട്ടും LOU എത്ര കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റഡി അവർ നടത്തുന്നുണ്ടാവല്ലോ. 7 വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർ നടത്തിയിട്ടുണ്ടാകണമല്ലോ. അതല്ലെങ്കിൽ സ്വിഫ്റ്റ് മെസ്സേജസ് അയച്ചിരിക്കുന്നതിന്റെ ഒരു ഹിസ്റ്ററിയിൽ അവർ നോക്കാൻ പറ്റുന്നതാണല്ലോ. അതുമല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് റീകൺസീലിയേഷൻ ഒക്കെ നടത്തുമ്പോൾ നോസ്ട്രോ അക്കൗണ്ടിൽ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷനിലേക്ക് അവർക്ക് നോക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ ഈ 2 ഒഫീഷ്യൽസ് മാനുവലി ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് CBSൽ എൻ്റർ ചെയ്തില്ല. അതാണ് റീസൺ എന്നുള്ളതാണ് പബ്ലിക്കിന്റെ അടുത്ത് പറയുന്നത്. അവിടെയാണ് പല തരത്തിലുള്ള കാര്യങ്ങളും അലിഗേഷൻസും നിലനിൽക്കുന്നത്. അതായത് നീരവ് മോദി ആണെങ്കിലും മെഹുൽ ചോക്സി ആണെങ്കിലും വളരെയധികം പൊളിറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരു പാർട്ടിയെയും ഒരാളെയും പേരെടുത്ത് പറയുന്നില്ല. വളരെയധികം പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആയതുകൊണ്ടും പൊളിറ്റിക്കൽ സുഹൃത്തുക്കൾ ഉള്ളതും കൊണ്ടായിരിക്കില്ലേ വളരെയധികം ഈസി ആയിട്ട്
കാരണം PNB ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ആണല്ലോ. പബ്ലിക് സെക്ടർ ബാങ്കിനെ പറ്റിക്കാൻ പൊളിറ്റിക്കലി കണക്റ്റഡ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കില്ല ഇത് സംഭവിച്ചത്. നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് ഡിഗ് ചെയ്യുകയാണെങ്കിൽ PNBയിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിയർലി 380 ഫ്രോഡ് കേസുകളാണ് PNBയിൽ നടന്നിട്ടുള്ളത്. ഈ ഫ്രോഡ് കേസുകളെല്ലാം ചേർത്ത് വെച്ചിട്ട് 6500 കോടി രൂപയാണ് വെറുതെ PNBക്ക് നഷ്ടമായിരിക്കുന്നത്. PNBയിൽ നിന്ന് ആൾക്കാർ പറ്റിച്ചു കൊണ്ടുപോയിരിക്കുന്നത് 6500 കോടി രൂപ. അതിന്റെ പുറത്താണ് ഈ 11,000 കോടി രൂപ വരുന്നത്. ടോട്ടൽ വരുന്നത് 17,500 കോടി രൂപ. എന്നാൽ PNBക്ക് എന്താണ് നഷ്ടം? PNBയുടെ പൈസയല്ലല്ലോ. PNBയിൽ പൈസ പോവുകയാണെങ്കിൽ, നഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് PNBയിലേക്ക് പൈസ ഇട്ട് കൊടുക്കില്ലേ? അത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. 2017 ഗവൺമെന്റിന്റെ പബ്ലിക് സെക്ടർ ബാങ്കുകളിലെ റീക്യാപിറ്റലൈസേഷൻ പ്ലാൻ ഉണ്ടായിരുന്നു. 2 ലക്ഷം കോടി രൂപ നമ്മൾ ടാക്സ് പേയേഴ്സ് കൊടുത്ത 2 ലക്ഷം കോടി രൂപയാണ് പലതരത്തിലുള്ള ഇതുപോലെ പൊളിഞ്ഞു കിടക്കുന്ന, നശിച്ചു കിടക്കുന്ന പബ്ലിക് സെക്ടറിലെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് കൊടുത്തത്. ഈ 2 ലക്ഷം കോടിയിലെ നിയർലി 6000 കോടി രൂപ എലിജിബിൾ ആയിരുന്നത് PNB ആണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻഎഫിഷ്യന്റ് ആയതുകൊണ്ട് അവിടെ പൊളിറ്റിക്കൽ കണക്ഷൻസ് കൂടി ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ, ഇതുപോലെ 1-2 കേസല്ല 400 കേസുകളാണ് PNBയിൽ മാത്രം എന്നുള്ളത് റെക്കോർഡ് കാണിക്കുന്നത്. ഇതുവരെ പുറത്ത് വന്നിട്ടുള്ള കേസസ് എത്രയോ അധികം NPAs ആണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ സ്റ്റഡിയിൽ നമ്മൾ കണ്ടതാണ്. എല്ലായിടത്തും നഷ്ടപ്പെടുന്നത് നമ്മൾ പബ്ലിക്കിന്റെ ടാക്സ് പെയറിന്റെ പൈസയാണ്. എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ കണ്ണടച്ചുകൊണ്ട് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെയും ഫ്രോഡുകൾ നടത്താനായിട്ട് പൈസ കൊടുക്കുന്ന ഗവൺമെന്റ് ആണോ ഉള്ളത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു ഗവൺമെന്റിനെ പിൻ പോയിന്റ് ചെയ്യുന്നില്ല. ഇത് ഈ ഒരു ടെന്യൂറിൽ മാത്രം നടക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. 2011 മുതൽ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ആരെയും പിൻ പോയിന്റ് ചെയ്ത് സംസാരിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഈ നീരവ് മോദി സ്കാം എന്താണെന്നും ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നും ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. ഈ ഒരു വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.